സ്വാമി ഈ പിണ്ടന്നൂൽ ദോഷം എന്ന് പറഞ്ഞ് മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദോഷമുണ്ടല്ലോ, അതേക്കുറിച്ച് ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാമോ? ഒരു വ്യക്തി മരിച്ച് അവിടെ ഉണ്ടാവുന്ന ദോഷത്തെയാണ് ശരിക്കും പറഞ്ഞാൽ പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന എന്താ പറയാ, ശേഷം കെട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട സ്വന്തക്കാർ എന്നൊക്കെ പറയണ്ടല്ലോ നമ്മള്, അവർക്ക് ഉണ്ടാവുന്ന ഒരു ദോഷമാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ തറവാട്ടിലുണ്ടാവുന്ന ഒരു ദോഷത്തെയാണ് പിണ്ടനൂൽ ദോഷം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുഹൃതം നശിച്ചു പോകുമ്പോൾ, അതായത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നശിച്ച് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ സുഹൃതക്ഷയം എന്നാണ് പറയാ, അത് നശിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത ഹോമം ചെയ്യും. ഇതായിട്ട് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യും. ഇത് ചെയ്യുന്നത് എന്താ പറയാ, 16 ഇപ്പോൾ ആൾക്കാർ 11ാമത്തെ ദിവസമൊക്കെ എടുക്കണം. അതല്ല, 16 ദിവസം മരിച്ച് 16 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ സുഹൃത ഹോമം ആയാലും എന്താ പറയാ മൃത്യുഞ്ജയ ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ പരമാവധി മാറി കിട്ടും നമുക്ക്.